ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയലിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്കിന്റെ താഴത്തായിട്ട് നമ്മൾ ഇതുപോലെ യോക്ക് ഏരിയയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഒരു 7 ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ലൈനും ഒരു 1.25 ഇഞ്ച് വിട്ത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ടില്ല, ഈ മിഡിലെ ലൈൻ വന്നിരിക്കുന്നത് ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ 7 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വരയ്ക്കുന്ന ഓരോ ലൈനും ഓരോ ഇഞ്ച് ലെങ്ത് കൂട്ടി വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ ഇത് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ 7 ഇഞ്ച്, പിന്നെ രണ്ട് സൈഡും വരുമ്പോൾ 8 ഇഞ്ച്, പിന്നെ 9 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ യോക്കിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. 1.25 ഇഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. ഇപ്പോഴും ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഏത് നീഡിലാണ് വേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കട്ട് ബീഡ് മാത്രം മതി നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ലൈനിലൂടെ ഓരോ ലൈൻ വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്താൽ പോരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ 2 ബീഡ് വീതം ഇതുപോലെ 2 സൈഡിലായിട്ട് ചെയ്തു പോരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ഈ 2 ബീഡ് വെച്ച് ചെയ്തു പോരുന്നത്. അപ്പൊ വർക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുവേ. അപ്പൊ നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ കണ്ടോ. അപ്പൊ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഫുള്ള് ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ബിഗിനേഴ്സിനെ പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണ് കേട്ടോ. അപ്പോൾ 7 ലൈനായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ലൈൻ വീതം ബ്രാഞ്ചസ് പോലെ 3 കട്ട് ബീഡ് വീതം ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.